ഹലോ, ശ്രീലതയുടെ നാട്ടിലാണ്, കൊട്ടിയൂരാണ്. ഞങ്ങൾ ഭക്തജനങ്ങളൊക്കെ വളരെ ടയേർഡിലാണ്. ഞങ്ങൾ കിട്ടിയ സന്ദർഭം എന്തെങ്കിലും നമുക്ക് 2 മണിക്ക് ബാവലിപ്പുഴയിൽ മുങ്ങിയതാ. പിന്നെ അവിടുത്തെ അസൗകര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് അമ്പലമാണ്, സഹിച്ചേ പറ്റുള്ളൂ. പക്ഷെ തൊഴുതു. ഫുള്ള് മഴയായിരുന്നു. പുഴയിൽ അധികം വെള്ളം കൂടുതലാണ്. പക്ഷേ ഞങ്ങൾ ഒരു മണിക്കൂറുകളായി എന്ന് വെച്ചാൽ മണിക്കൂറുകളായി ഞങ്ങൾ ബസ്സിലിരിക്കുകയാണ്. ട്രാവൽ സൗകര്യമില്ല. ബസ്സിലിരുന്നിട്ട് ബസ് ട്രാക്കിൽ നിന്ന് നീങ്ങി ഇപ്പോൾ റോട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ടെന്നറിയോ? എത്രയേറെ ഞാൻ ഗുരുവായൂർ പോലും കാണാത്തൊരു തിരക്കാണ് ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ കാണുന്നത്. കൊട്ടിയൂർ പരിസരമൊക്കെ ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പോൾ ഞങ്ങളെ ഈ വാഹനങ്ങളൊക്കെ മുട്ടുന്നതിൽ നിന്ന് തലനാര കിഴക്കാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നത്. ഇക്കരക്കൊട്ടിയിലും പോയി ഇക്കരക്കൊട്ടിയിൽ സ്റ്റെപ്പ് കയറി തൊഴുതതേ ഉള്ളൂ. ഭക്തജനങ്ങളെ കൊണ്ട് നിൽക്കാൻ വരെ ഇത്രയധികം ഭക്തജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ട്രാവൽ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിക്കൂടാ? ഇവിടെ വന്ന് ശരിക്കും ഉന്നതരെ കാണേണ്ട ഒരു കാഴ്ചയാണ് ഇന്നത്തെ കാഴ്ചകൾ. വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. എനിക്ക് മലപ്പുറം നിലമ്പൂർ എത്തേണ്ടതുണ്ട്. എപ്പോഴാണ് എത്തുകയെന്നല്ല. ഞങ്ങളിന്ന് 4 അമ്പലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ എന്താവുന്നുള്ളതൊന്നും അറിയില്ല. 6 കിലോമീറ്ററോളം ബ്ലോക്കാണെന്നാണ് കേൾക്കുന്നത്. ട്രാവൽ സൗകര്യം അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഓരോ വർഷം കൂടുന്തോറും ഭക്തജനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അസൗകര്യമായ സ്ഥലത്ത് ആണെങ്കിലും ഭക്തജനങ്ങൾ വരും. പക്ഷേ ഒരുപാട് അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഡ്രൈവർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള അമ്പലമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ദേവസ്വം ബോർഡിൽ നിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ട്. ഇന്നത്തെ ദിവസം ശരിക്കും ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്നാലും കൊട്ടിയൂർ ഒരു മഹാസംഭവം തന്നെയാണ്. ട്രാവൽ സൗകര്യം അസൗകര്യം അതീവ ഗുരുതരമാണ്.